Hello everyone, welcome to our continuing discussion on methods of plotting new issues. Lesson M3 CM2. M3 stands for Module 3, CM stands for Capital Markets. So this is methods of plotting new issues, Part B. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 4 ഫോർമാറ്റ് കണ്ടു ഓഫ് പ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂസ്. വൺ വാസ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ, then offer of sale, bought out deals, private placement. ഇങ്ങനെ 4 മെത്തേഡ്സ് കിട്ടും. ഇനി തുടർന്നുള്ള ഒരു 4-5 മെത്തേഡ്സ് നമുക്ക് ഇവിടെ നോക്കാം. ആദ്യത്തേത് റൈറ്റ്സ് ഇഷ്യൂ. റൈറ്റ്സ് ഇഷ്യൂവും നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ഷെയർ ക്യാപിറ്റൽ ആദ്യത്തെ ഇഷ്യൂ ഓഫ് ഷെയർസിന് ശേഷം വീണ്ടും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമത് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവർ കൈവശം വെച്ചിരിക്കുന്ന ഷെയർസിന് ആനുപാതികമായിട്ട്, അതായത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് കിട്ടാനുള്ള ഒരു അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. അവകാശ ഓഹരി ഇഷ്യൂ എന്ന് മലയാളത്തിലൊക്കെ പേപ്പറുകളിൽ ചിലപ്പോൾ സാമ്പത്തിക പേജുകളിലൊക്കെ കാണുന്നുണ്ട്. So when a company wants to go in for the further issue of shares, existing shareholders have the first right to be issued such shares in proportion to their existing shareholding. പ്രൊപ്പോർഷൻ കമ്പനിക്ക് നിശ്ചയിക്കാം. ചിലപ്പോൾ 2 ഷെയർ ഉള്ള ആൾക്ക്, എക്സിസ്റ്റിംഗ് 2 ഷെയർ ഉള്ള ഒരാൾക്ക് 1 ഷെയർ 2:1 റേഷ്യോയിലായിരിക്കാം. എക്സിസ്റ്റിംഗ് ഷെയർസ് 2 ന്യൂ ഷെയർസ് എന്നുള്ള റേഷ്യോയിലായിരിക്കാം ന്യൂ റൈറ്റ്സ് ഇഷ്യൂ നടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു റൈറ്റ്സ് ഇഷ്യൂ നടത്തുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണ്? നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ അറിയിക്കണം, അതായത് കമ്പനി അറിയിക്കണം ഒരു സർക്കുലറിൽ കൂടെ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നു, എന്നാണ് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ റൈറ്റ്സ് ഇഷ്യൂയുടെ സമാഹരിക്കുന്ന തുക എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കുന്ന തുക നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിനെയോ നിങ്ങളുടെ ഷെയർസിന്മേലുള്ള ഏണിങ്ങിനെയോ എങ്ങനെ ബാധിച്ചേക്കാം, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒരു സർക്കുലറിലൂടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനി അറിയിക്കേണ്ടതാണ്. ഈ സർക്കുലർ കിട്ടുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ ഈ അവകാശ ഓഹരികൾ, റൈറ്റ്സ് ഇഷ്യൂ ഷെയർസ് സ്വീകരിക്കാനുള്ള അവരുടെ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എക്സസൈസ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ക്യാൻ എക്സസൈസ് ഇറ്റ് വെനെവർ യു വാണ്ട്. 1-2 മാസം ടൈം കൊടുക്കുക, സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനുള്ളിൽ അവർക്ക് ഈ റൈറ്റ്സ് ഇഷ്യൂ അലോട്ട് ചെയ്ത് കിട്ടാനുള്ള പവർ അല്ലെങ്കിൽ അതോറിറ്റി എക്സസൈസ് ചെയ്യാം. മറ്റൊന്ന് അവർക്ക് ചെയ്യാം, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ റൈറ്റ്സ് ഇഷ്യൂ കിട്ടാനുള്ള ഇവരുടെ ഒരു റൈറ്റ് ഇവർക്ക് മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. ഇത് മൂന്നും ഒരു ഷെയർ ഹോൾഡർ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ബാക്കി വരുന്ന റൈറ്റ്സ് ഇഷ്യൂ ഷെയർസ് കമ്പനിക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാം. ഒരു ഷെയർ ഹോൾഡറെ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വരുന്ന മെച്ചം, മാർക്കറ്റിൽ 100 രൂപയുടെ ഷെയർ 500 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കമ്പനി ഒരു റൈറ്റ്സ് ഇഷ്യൂ ഓഫ് ഷെയർ നിങ്ങൾക്ക് നിലവിൽ 1000 ഷെയർ ഉണ്ടെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിൽ നിങ്ങൾക്ക് 500 റൈറ്റ്സ് ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 500 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ അതിന് കൊടുക്കേണ്ടത് 100 രൂപയാണെന്ന് തന്നെ വിചാരിക്കുക. മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ഷെയറിൻ്റെ? ഷെയറിൻ്റെ 500 രൂപയാണ്. നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത് എത്ര പ്രൈസിനാണ്? നിങ്ങൾക്ക് 500 ഷെയർ 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 500 ഷെയർ 100 രൂപയ്ക്ക് കിട്ടുന്നു. നിങ്ങളുടെ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് ഒരു ഷെയറിന് 500 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് 500x500 പ്രൈസ് കിട്ടുന്നു. നിങ്ങളുടെ ഷെയറിൻ്റെ വാല്യൂ, മാർക്കറ്റ് ഇഷ്യൂ ചെയ്ത് റൈറ്റ്സ് ഇഷ്യൂയുടെ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ഷെയറിൻ്റെ വാല്യൂ. പക്ഷെ നിങ്ങൾ അതിന് എത്ര പേ ചെയ്യേണ്ടി വരുന്നു? നിങ്ങൾ അതിന് പേ ചെയ്യേണ്ടി വരുന്നത് 500x100. 500x100. അപ്പോൾ ഇതാണ് അതിൽ ലാഭം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് കുറഞ്ഞ റേറ്റിൽ റൈറ്റ്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് കിട്ടുന്നു. മാർക്കറ്റിൽ ഇതേ ഷെയർസിൻ്റെ വാല്യൂ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിക്ഷേപിച്ച ആ ഒരു ഷെയറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ റൈറ്റ്സ് ഇഷ്യൂയിലൂടെ കിട്ടിയ ഷെയർ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഹയർ പ്രൈസിന് വിൽക്കാൻ പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോൾ റൈറ്റ്സ് ഇഷ്യൂവിൽ കിട്ടും. ഇത്തരം അഡ്വാൻറ്റേജിനെ, ഫിനാൻഷ്യൽ ടേംസിൽ ഇത്തരം അഡ്വാൻറ്റേജിനെ നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നു. വാല്യൂ ഓഫ് റൈറ്റ്, നിങ്ങളുടെ റൈറ്റിൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് ഈ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതാണ് റൈറ്റ്സ് ഇഷ്യൂ ഓഫ് ഷെയർസ്.
അടുത്തത് ബോണസ് ഇഷ്യൂ. ബോണസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ജോലിക്കാരായ മാതാപിതാക്കളുള്ള സ്റ്റുഡൻസിനൊക്കെ അറിയാം ബോണസ്. ഒരു വർഷത്തിൽ ഒരു പ്രത്യേക എമൗണ്ട് നമ്മൾക്ക് അഡീഷണൽ എഫേർട്ട് ഒന്നും കൊടുക്കാതെ തന്നെ ചിലപ്പോൾ ഫെസ്റ്റീവ് ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്രോഫിറ്റ്സ് കണക്ക് കൂട്ടി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, ബുക്സ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് കമ്പനികൾ തരുന്നു. അപ്പോൾ എന്ത് പറയുന്ന പോലെ എക്സിസ്റ്റിംഗ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനികൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലാതെ, വേറെ അഡീഷണൽ പേയ്മെന്റ്സ് ഒന്നും ഇല്ലാതെ, അഡീഷണൽ പേയ്മെന്റ്സ് കിട്ടാതെ തന്നെ ബോണസ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഷെയർസ് കൊടുക്കുന്നതിന് നമ്മൾ ബോണസ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നു. ഈ ബോണസ് ഇഷ്യൂ ഓഫ് ഷെയർസ് സാധാരണ കമ്പനികൾ ചെയ്യുന്നത്, കമ്പനികൾക്ക് ഒരുപാട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ക്യാഷ് റിസർവ്സ് കോടിക്കണക്കിന് MRF ഒക്കെ പോലെ കോടിക്കണക്കിന് രൂപ പ്രോഫിറ്റ്സ് ക്യാഷ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം ക്യാഷ് റിസർവ്സ് സാധാരണ കമ്പനികൾ അവരുടെ ഫർദർ എക്സ്പാൻഷൻ പ്ലാൻസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊരു ഭാഗം എടുത്തിട്ട് അതിന് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു ഗിഫ്റ്റ് ആയിട്ട്. കമ്പനിക്ക് എന്തെങ്കിലും പുതിയ ഫണ്ട്സ് വരുന്നുണ്ടോ? ഇല്ല. കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ക്യാഷ് പൊസിഷന് ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ക്യാഷ് പുറത്തേക്ക് പോകുന്നുണ്ടോ? അതും പോകുന്നില്ല. സംഭവിച്ചിരിക്കുന്നത് എന്താണ്? സംഭവിച്ചിരിക്കുന്നത് കമ്പനിയുടെ നിലവിലുള്ള അക്യുമുലേറ്റഡ് റിസർവ്സിനെ നേരെ ക്യാഷിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നു. കമ്പനിയുടെ കയ്യിൽ ക്യാഷ് അത്ര തന്നെ ഇരിക്കുന്നുണ്ട്. ഫിസിക്കൽ ക്യാഷ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി റിമെയിൻസ് ദ സെയിം. only thing is that the equity share capital of the company grows. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ കൂടുന്നു, which means accumulated reserves are converted into share capital utilizing the accumulated reserves. കയ്യിലുള്ള റിസർവ്സ് നേരെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായി മാറും. അഡീഷണൽ ഫണ്ട്സ് ഒന്നും വരുന്നില്ല. നിലവിലുള്ള ഫണ്ട്സ് എടുത്തിട്ടാണ് നമ്മൾ ഷെയർസ് ആക്കി മാറ്റുന്നത്. കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനിൽ കയ്യിലിരിക്കുന്ന ക്യാഷ് നഷ്ടമാകുന്നും ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ഫ്രീ ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തുന്നതിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തത് ബുക്ക് ബിൽഡിംഗ്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മെത്തേഡ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ഒരു IPOയുമായി ബന്ധപ്പെട്ടൊരു ഒരു പ്രാക്ടീസാണ്, ഒരു രീതിയാണ്, IPOയുടെ ഒരു രീതിയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ബുക്ക് ബിൽഡിങ്ങിൽ സംഭവിക്കുന്നത് എന്താണ്? ബുക്ക് ബിൽഡിങ്ങിൽ ഒരു കമ്പനി ഒരു ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ സാധാരണ ഒരു പർട്ടിക്കുലർ പ്രൈസ് പറയും. ഒരു ഷെയറിന് വില 50 രൂപ അല്ലെങ്കിൽ 100 രൂപ എന്ന് പറയും. അതിന് പകരം ഈ കേസിൽ കമ്പനികൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈസ് റേഞ്ച് ഫിക്സ് ചെയ്യുന്നു. പ്രൈസ് റേഞ്ച് ഓഫ് 80 to 100 rupees. അതിനുശേഷം ഇൻവെസ്റ്റേഴ്സിനോട് ഷെയർ ഇഷ്യൂവിൽ ബിഡ് ചെയ്ത് പങ്കെടുക്കാൻ പറയും, ബിഡ് ചെയ്യാൻ പങ്കെടുക്കാൻ പറയും. അപ്പോൾ ബിഡ് ചെയ്യുമ്പോൾ ചില ഇൻവെസ്റ്റേഴ്സ് പറയും, ഞങ്ങൾ 50,000 ഷെയർ എടുത്തോളാം 80 രൂപയ്ക്ക്. ഞങ്ങൾ 50,000 ഷെയർ എടുത്തോളാം 80 രൂപ. വേറെ ഇൻവെസ്റ്റർ പറയുന്നു, ഞാൻ 1,00,000 ഷെയർ, മൊത്തം 1,00,000 ഷെയറാണ്, ഞാൻ 1,00,000 ഷെയറും എടുത്തോളാം, എനിക്ക് കുറച്ച് കാശ് കൂടുതലുണ്ട്, കയ്യിൽ കുറച്ച് കാശ് ഇരിപ്പുണ്ട്, മാത്രമല്ല നിങ്ങളുടെ ഇൻഡസ്ട്രി ലുക്സ് വെരി പ്രോമിസിങ്, അപ്പം ഞാൻ 90 രൂപയ്ക്ക് നിങ്ങളുടെ 1,00,000 ഷെയർ എടുത്തോ. ഇങ്ങനെ പല ഇൻവെസ്റ്റേഴ്സ് പല ക്വാണ്ടിറ്റി പ്രൈസ് പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഷെയർ ഇഷ്യൂവിന് വേണ്ടി ബിഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന സംഭവം, ബുക്ക് എന്നുള്ള കാര്യം വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കമ്പനിയുടെ ഓർഡർ ബുക്ക്, കമ്പനി ഷെയർസിന് വേണ്ടിയുള്ള ഓർഡർ കിട്ടുന്നത് ഈ ബുക്കിൽ എഴുതി വെക്കുന്നു. ഒരു ഓർഡർ ബുക്കിൽ എഴുതി വെക്കുന്നു, നമ്മൾക്ക് ഓർഡർ കിട്ടുകയാണ് ഷെയർസിന്, ഇത്ര ഷെയർ ഇത്ര രൂപ, ഇത്ര ഷെയർ ഇത്ര രൂപ. പലരും ബിഡ് ചെയ്ത് ഓർഡറുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബുക്കിലേക്ക് ഇത് എഴുതി വെക്കുന്നു, ഒരു സാങ്കല്പിക ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ബുക്കിൽ ഇത് എഴുതി വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയും. ഫൈനലി ഒരു പർട്ടിക്കുലർ ഡേ, അതായത് ബുക്ക് ബിൽഡിംഗ് ആരംഭിച്ച ഒരു 5 days ആണ് സാധാരണ കൊടുക്കുക. ഒരു 5 ദിവസം കഴിയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും റേഷ്യോ അനുസരിച്ച് കമ്പനി ഷെയർസിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. കമ്പനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പ്രൈസ് കമ്പനി ഫിക്സ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഇത്ര പ്രൈസ് എന്നായിരിക്കാം, ഇത്ര വോളിയം മിനിമം കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ കമ്പനി ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു.
ഈ പ്രൈസാണ് എൻറ്റയർ ഷെയർ ഇഷ്യൂവിൻ്റെ പ്രൈസായിട്ട് പിന്നീട് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിലെ ലോവർ പ്രൈസ് ലിമിറ്റിനെ നമ്മൾ ഫ്ലോർ പ്രൈസ് എന്നും ഹയർ പ്രൈസ് ലിമിറ്റിനെ നമ്മൾ ക്യാപ് പ്രൈസ് എന്നും ഫൈനലി ഏത് പ്രൈസിനാണ് കമ്പനി ഷെയർസ് ഇഷ്യൂ തീരുമാനിക്കുന്നത് അതിനെ കട്ട് ഓഫ് പ്രൈസ് എന്നും നമ്മൾ പേര് വിളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യലൊക്കെ ഒരു ഹൈലി ടെക്നിക്കൽ ആക്ടിവിറ്റിയാണ്. മാർക്കറ്റ് കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യണം, ഇൻവെസ്റ്റർ സെന്റിമെന്റ് സ്റ്റഡി ചെയ്യണം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ചേർത്താണ് ഈ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യുന്നത് ബുക്ക് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. സാധാരണ ലീഡ് മാനേജേഴ്സും നേരത്തെ ഡിസ്കസ് ചെയ്ത ലീഡ് മാനേജേഴ്സും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഒക്കെ ഇഷ്യൂവിന് വേണ്ടി കമ്പനി അഡ്വൈസ് ചെയ്യുന്ന ഇത്തരം ആൾക്കാരാണ് ഈ കാര്യം കമ്പനി അഡ്വൈസ് ചെയ്യുക. ഇതാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൈസും ഡിമാൻഡും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യാൻ കിട്ടുന്ന ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. IPO സാധാരണ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ടെക്നിക്കാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇസോപ്പ്. പലപ്പോഴും നമ്മൾ കേട്ട് കാണും. ഇസോപ്പ് എന്ന് പറയുന്നത് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അതായത് ലോങ് ടേമിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇസോപ്പ് എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം എംപ്ലോയി റിറ്റൻഷൻ സ്ട്രാറ്റജിയാണ് ഇസോപ്പ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഈക്വിറ്റി ഷെയർസിൽ എംപ്ലോയീസിനെ കൂടെ പങ്കെടുക്കാൻ സമ്മതിക്കുന്നു, പ്രൊവൈഡഡ് ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു സ്റ്റേ വിത്തിൻ ദ കമ്പനി ഫോർ എക്സ്റ്റെൻഡഡ് പീരിയഡ്. എങ്ങനെയാണ് ഇസോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇസോപ്പ് പൂർണ്ണമായിട്ട് വോളണ്ടറി ആണ്. ഒരു സ്റ്റാഗേർഡ് മാനറിൽ ഫേസ് ബൈ ഫേസ് ആയിട്ടാണ് ഇസോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എംപ്ലോയീസ് ഒരു ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു. അതുകൂടാതെ ഒരു 4 വർഷത്തേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ആനുവൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കും. 5ാമത്തെ വർഷം കഴിയുമ്പോൾ എംപ്ലോയീസിന് ഈ കൊടുത്ത എമൗണ്ടിനായിട്ട് ഒരു നോൺ ട്രാൻസ്ഫറബിൾ കൺവേർട്ടിബിൾ ഡിബഞ്ചർ NCD, നോൺ ട്രാൻസ്ഫറബിൾ കൺവേർട്ടിബിൾ ഡിബഞ്ചർ കൊടുക്കുന്നു. നോൺ ട്രാൻസ്ഫറബിൾ കൺവേർട്ടിബിൾ ഡിബഞ്ചർ, നോൺ ട്രാൻസ്ഫറബിൾ ആണ്, ഡിബഞ്ചർ ആയിട്ടാണ്, പക്ഷെ ആ ഡിബഞ്ചർ ഈക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 5th എമൗണ്ട് കഴിയുമ്പോൾ, 5th ഇയർ കഴിയുമ്പോൾ ഈ നോൺ ട്രാൻസ്ഫറബിൾ കൺവേർട്ടിബിൾ ഡിബഞ്ചറിനെ ഒരു പർട്ടിക്കുലർ ഈക്വിറ്റി ഷെയർ ആയിട്ട്, ഒരു പർട്ടിക്കുലർ പ്രൈസിലുള്ള ഒരു ഈക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പർട്ടിക്കുലർ പ്രൈസിലുള്ള ഈക്വിറ്റി ഷെയർ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ ഏകദേശം 5 വർഷം എടുക്കുന്നുണ്ട്. 5 വർഷത്തേക്ക് ആ എംപ്ലോയി അവിടെ ഉണ്ടായിരിക്കും. ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കുന്നു, ഓരോ വർഷം ഫിക്സഡ് എമൗണ്ട് കൊടുക്കുന്നു. എംപ്ലോയിക്ക് അറിയാം 5ാമത്തെ വർഷം കഴിയുമ്പോൾ എനിക്ക് ഈക്വിറ്റി ഷെയർസ് കിട്ടുന്നു. എസ്പെഷ്യലി മാർക്കറ്റിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഈക്വിറ്റി ഷെയർസ് ഒക്കെ ഉള്ള കമ്പനി ആണെങ്കിൽ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം മെച്ചമാണ്. ഹി വിൽ ഫൈൻഡ് ഇറ്റ് വർത്ത് വൈൽ ടു വെയിറ്റ് ഫോർ 5 years ഓർ ഹി വിൽ ഫൈൻഡ് ഇറ്റ് വർത്ത് വൈൽ ടു സ്റ്റിക്ക് ഓൺ വിത്ത് ദ കമ്പനി ഫോർ 5 years. 5 വർഷം ആ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു 1000 ഈക്വിറ്റി ഷെയർ കിട്ടും. ഓരോ ഈക്വിറ്റി ഷെയറിന്റെ പ്രൈസ് MRF ഒക്കെ പോലുള്ള കമ്പനികളാണെങ്കിൽ 5000, 6000 ഒക്കെ ആയിരിക്കും. അപ്പൊ കൊള്ളാം, ഇത് എനിക്ക് കിട്ടുന്ന സാലറിക്ക് പുറമെയാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. പ്രസ്തുത ഇങ്ങനെ കിട്ടുന്ന ഈക്വിറ്റി ഷെയർസ് വീണ്ടും ഒരു 5 കൊല്ലത്തേക്ക് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അപ്പൊ പൊതുവെ എംപ്ലോയീസ് ട്രാൻസ്ഫർ ചെയ്യില്ല, അവർ അവിടെ തന്നെ നിൽക്കും. ഈ ഷെയർസിന് വാല്യൂ കൂടാൻ വേണ്ടിയിട്ട് അവർ നല്ലപോലെ പെർഫോം ചെയ്യുന്നതൊക്കെയാണ് ഇസോപ്പുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയൽ തിങ്കിങ്. അപ്പൊ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂയിലൂടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഈക്വിറ്റിയിൽ എംപ്ലോയീസിനെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എംപ്ലോയീസിനും കമ്പനിക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു ടെക്നിക്കാണ് ഇസോപ്പ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് 8th. ലാസ്റ്റ് ഈസ് മറ്റ് മെത്തേഡ്സ്. പലപ്പോഴും കമ്പനികൾ മറ്റു ചില രീതിയിലൊക്കെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന് കൊടുക്കുന്നു. ഇസോപ്പ് അല്ലാതെ ചില എംപ്ലോയീസിന് ദീർഘകാല സർവീസിനോ അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്സ് നന്നാക്കി എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിനോ ചിലപ്പോൾ ചില കമ്പനികൾ എംപ്ലോയീസിന് ഷെയർസ് കൊടുക്കുന്നുണ്ട്. ചില കസ്റ്റമേഴ്സിന്, എസ്പെഷ്യലി ഹൈ വാല്യൂ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ഉള്ള കസ്റ്റമേഴ്സിന്, കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് വോളിയൂംസ് ബിസിനസ് തരുന്ന കസ്റ്റമേഴ്സിന് കമ്പനീസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ക്രെഡിറ്റേഴ്സിന് ചിലപ്പോൾ ഇഷ്യൂ ചെയ്യും. കൊടുക്കാനുള്ള കാശിന് പകരം ഈക്വിറ്റി ഷെയർ ആയിട്ട് ഡെറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയും. ഞാനൊരാൾക്ക് കാശ് കൊടുക്കാനുണ്ട്, എന്നെ കൊണ്ട് ഇപ്പോൾ കൊടുക്കാൻ ലിക്വിഡ് ക്യാഷ് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കമ്പനിയുടെ റീസ്ട്രക്ചറിങ് പ്ലാൻ വരുമ്പോൾ എൻ്റെ ഈക്വിറ്റിയിൽ കമ്പനിയുടെ ഓണർഷിപ്പിൽ കുറച്ച് ഷെയർസ് കൊടുത്ത്, അങ്ങനെ എസ്പെഷ്യലി ബാങ്ക്രപ്റ്റ് ആയ കമ്പനികളിനെ വേറെ ചില പ്രൊമോട്ടേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് റീസ്ട്രക്ചർ ചെയ്യും ഡെറ്റ്സ്. അപ്പോൾ ആ ഡെറ്റ്സ് കടം കൊടുക്കാനുള്ളവർക്ക്, നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളവർക്ക്
കമ്പനിയുടെ റീസ്ട്രക്ചേർഡ് കമ്പനിയുടെ ബോർഡിൽ മെമ്പർഷിപ്പും കുറേ ഈക്വിറ്റി ഷെയർസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതർ മെത്തേഡ്സിൽ വരുന്ന 3 രീതി. അപ്പോൾ നമ്മൾ ഓൾ ഇൻ ഓൾ നമ്മൾ 9 മെത്തേഡ്സ് പഠിച്ചു. ഈ ക്ലാസ്സിൽ പഠിച്ച മെത്തേഡ്സ്, ആദ്യത്തേത് റൈറ്റ്സ് ഇഷ്യൂ, തൊട്ട് പുറകെ റൈറ്റ്സ് ഇഷ്യൂടെ ഒപ്പം തന്നെ പലപ്പോഴും പറഞ്ഞിരിക്കുന്നതാണ് ബോണസ് ഇഷ്യൂ. പിന്നെ ബുക്ക് ബിൽഡിംഗ്, വിച്ച് ഇസ് മോർ ഓഫ് എ പ്രോസസ് റിലേറ്റഡ് ടു IPO. Next is ESOP, and the last is other methods. So with this, we complete our discussion on methods of plotting new issues. Thanks for being with me.